ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. 1000 സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇതുവരെ ആയിട്ടും തികഞ്ഞിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും 1000 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് തയ്ക്കാൻ പറ്റും കേട്ടോ. ഇപ്പൊ കുറെ പേര് എന്നോട് ചോദിച്ചാണ് വെച്ചിട്ട് എങ്ങനെയാണ് ചേച്ചി വീഡിയോ ചെയ്യുന്നത് എന്ന് കേട്ടോ. അപ്പൊ ഞാനിപ്പോ കുറെ ആയിട്ട് ഏകദേശം ഷോർട്സ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് യൂട്യൂബ് തന്നെ വെച്ചിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ തരുന്നുണ്ട് ഷോർട്സിലാണെങ്കിലും. അതേപോലെ തന്നെ നമുക്ക് വീഡിയോ ആയിട്ടും ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഷോർട്സിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന അവിടെ തന്നെ നമുക്ക് എന്റെ ഇതൊക്കെ ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്താണ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ അതല്ലാതെ യൂട്യൂബിന്റെ തന്നെ ആപ്പായിട്ടുള്ള വൈറ്റി ക്രിയേറ്റിലൂടെയും നമുക്ക് വെച്ചിട്ട് ഷോർട്സ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നത് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. നമുക്കൊരു ഫോട്ടോ കൊടുത്തിട്ട് വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പല തരത്തിൽ നമുക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. 10 സെക്കൻഡ് മാത്രമേ ഡ്യൂറേഷൻ ഉള്ളൂ വീഡിയോക്ക് യൂട്യൂബിന്റെ ഇതിലൂടെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളത് കേട്ടോ. യൂട്യൂബ് അല്ലാതെയും വേറെ ചെയ്യാം. യൂട്യൂബിന്റെ ഇതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 10 സെക്കൻഡ് ഷോർട്സ് വീഡിയോ ആണ്. അപ്പൊ അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് നല്ല നല്ല ഷോർട്സ് വീഡിയോ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നല്ല സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും കേട്ടോ. എന്റെ അനുഭവമാണ്. ഞാൻ ഏകദേശം ഇപ്പൊ ഒരു 1 മന്തിന്റെ ഉള്ളിൽ 3000 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് സഡൻ ആയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും. നമുക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള വീഡിയോസ് ആകുമ്പോൾ നല്ല വ്യൂസും അതുപോലെ തന്നെ നല്ല സബ്സ്ക്രൈബേഴ്സും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതുവരെ ആയിട്ടും 1000 സബ്സ്ക്രൈബേഴ്സ് പോലും ആകാത്തവർക്ക് വെച്ചിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാല് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ആയവർക്കാണെങ്കിൽ നല്ല രീതിയിൽ ക്യാഷ് സമ്പാദിക്കാൻ പറ്റും കേട്ടോ. വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും കോപ്പിറൈറ്റ് കിട്ടത്തില്ല. അത് യൂട്യൂബ് തന്നെ നമുക്ക് ആണോ അല്ലയോ എന്നൊരു ഓപ്ഷൻ തരുന്നുണ്ട്. ആണെങ്കിൽ ആണ് എന്ന് പറഞ്ഞാൽ മാത്രം മതി കേട്ടോ. യെസ് ഓർ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിന്റെ ഇത് ആഡായി വരും. അപ്പൊ നമുക്ക് ന്റെ ചിഹ്നം കാണിക്കും. നമ്മൾ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിന്റെ താഴെയായിട്ട് ന്റെ ചിഹ്നം കാണിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ആണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും. നമ്മൾ കൊടുക്കണതാണല്ലോ. അതുകൊണ്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് യിലൂടെ അത് കാണിക്കുന്നത്. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. അത് യൂട്യൂബ് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ. അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മുടെ തന്നെ എല്ലാ എന്താ പറയാ സൗണ്ട് ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും വേണമെന്നൊന്നുമില്ല. ഒരു നിർബന്ധവും ഇല്ല. ഏകദേശം ഒരു വർഷമാകാനായിട്ട് ഇപ്പൊ വന്നിട്ട്. അപ്പോ അതിലൂടെ ഒരുപാട് പേര് നല്ല രീതിയിൽ ക്യാഷ് സമ്പാദിക്കുന്നുണ്ട്. എല്ലാവർക്കും വെറുതെ ഇരുന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ക്രിയേറ്റിവിറ്റി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വീഡിയോ ആയി വരുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് എന്താ പറയാ ഷോർട്സ് വീഡിയോ ഉണ്ടാക്കി നന്നായിട്ട് ക്യാഷ് സമ്പാദിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ എനിക്കൊക്കെ ഏകദേശം ഇപ്പൊ എന്റെ ഡോളറൊക്കെ പതുക്കെയാണ് കേട്ടോ മുമ്പൊക്കെ കയറുന്നത്. ഇപ്പൊ ഏകദേശം ഞാൻ വീഡിയോ ഷോർട്സിന്റെ ഇട്ടപ്പോഴാണ് എനിക്ക് 1 ലാഖിൽ കൂടുതൽ, അല്ല 1 ലാഖിലല്ല 50,000 കൂടുതൽ വ്യൂസ് പോലും എനിക്ക് കിട്ടാൻ തുടങ്ങിയത്. അല്ലാത്ത പക്ഷം എനിക്ക് ഷോർട്സിൽ ചുരുങ്ങി മാക്സിമം വന്നത് 40,000 50,000 അടുത്താണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എന്റെ ഷോർട്സ് വീഡിയോസിനാണ് കൂടുതലും വ്യൂസ് വന്നിരിക്കുന്നത്. ഏകദേശം 7 ലക്ഷം കടന്നു, 8 ലക്ഷം ആകാനായി ഒരു ഷോർട്സിന് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അത്രയും എന്താ പറയാ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം ജനങ്ങൾക്ക്, എങ്കിൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിച്ചിട്ട് എന്താ പറയാ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ അതിന് മുമ്പായിട്ട് 2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എപ്പോഴും പറയുന്നത് തന്നെയാണ്. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടെ അറിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഏകദേശം കുറേ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുൾ ആവുന്ന യൂട്യൂബ് ടിപ്സ് വീഡിയോ ആണ്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവരെ കാണുക കേട്ടോ. പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത്, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ
നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഹൈപ്പ് കൊടുക്കുമ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടുതലായിട്ട് യൂട്യൂബ് എത്തിച്ചു കൊടുക്കും, റെക്കമെൻഡേഷൻ കൂടുതലായിട്ട് കിട്ടുന്നതായിരിക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ആദ്യം നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ഷോർട്സും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യില്ലേ പ്ലസ് ചിഹ്നം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് വലതുവശത്ത് ചിഹ്നം കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ കൊടുത്ത് വീഡിയോ ആക്കാം, ഡിസ്ക്രൈബ് കൊടുത്തിട്ട് വീഡിയോ ചെയ്യാം. ഇപ്പം ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ ആക്കാൻ പോകുന്നത്. അപ്പം ഞാൻ മുടി നന്നായി വളരാനുള്ള ടിപ്സ് എന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും കുറച്ച് വേർഡ്സ് ഇംഗ്ലീഷിൽ വന്നാൽ മാത്രമേ അത് ഓപ്പണായി വരത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ മലയാളം വീഡിയോ ഒന്നും ഇംഗ്ലീഷിലാണ്, അല്ലാതെ ടിപ്സ് ഒന്നും ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോഴാണ് കേട്ടോ ഓപ്പണായി വന്നത്, അല്ലെങ്കിൽ അത് തെളിഞ്ഞ് വരത്തില്ല ആരോ മാർക്ക്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് മലയാളം വീഡിയോ ഒന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു വേർഡ്സ് ഇംഗ്ലീഷിൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് തെളിഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ പ്രോസസ്സിംഗ് ആയി വരുന്നുണ്ട്, കണ്ടില്ലേ. 100% ആകുമ്പോൾ നമുക്ക് വീഡിയോ ആയി കിട്ടുന്നതായിരിക്കും കേട്ടോ. കാണിച്ചു തരാം. അപ്പോൾ മുടിൻ്റെ ടിപ്സ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും അത് വീഡിയോ ആയിട്ട് വരും. 10 സെക്കൻഡ് മാത്രമേ വരത്തുള്ളൂ കേട്ടോ. നമുക്കത് സേവ് ചെയ്ത് വെക്കാം ഗാലറിയിലോട്ട്, അല്ലെങ്കിൽ അപ്പം തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതുമാണ്. അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ 88% 95 ചില സമയത്ത് വരത്തില്ല, വീണ്ടും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചില അത് വരത്തില്ല, അത് നമ്മൾ നോക്കിയിട്ട് ചെയ്യണം. ഇപ്പോൾ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. സാധാരണ വീഡിയോ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ സേവ് ടു ഡിവൈസ് എന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്സ് അപ്ലോഡ് ആയി കിട്ടുന്നതായിരിക്കും കേട്ടോ. സാധാരണ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ തമ്പനെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ആഡ് ഡീറ്റെയിൽസ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തമ്പനെയിൽ കൊടുക്കാം. ബാക്കി ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻസ്, റിലേറ്റഡ് വീഡിയോ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തമ്പനെയിൽ ചൂസ് ചെയ്യുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗം ചൂസ് ചെയ്യുക കേട്ടോ, എങ്കിൽ മാത്രമേ CTR കൂടത്തുള്ളൂ. അപ്പോൾ ഞാനൊരു തമ്പനെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം വെറുതെ കൊടുത്താണ്. എന്നിട്ട് ടൈറ്റിൽ കൊടുക്കുക. പിന്നെ അൺലിസ്റ്റ് ആക്കി വെക്കാൻ നോക്കുക കേട്ടോ, നേരിട്ട് പബ്ലിക് ആക്കാതിരിക്കുക. പിന്നെ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് അത് കൊടുക്കുക. പിന്നെ ടാഗ് പ്രൊഡക്ട്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക കേട്ടോ. മോട്ടേഴ്സുടെ ആയവർക്കാണ് ടാഗ് പ്രൊഡക്റ്റ് ചെയ്യുന്നത്. പിന്നെ റിലേറ്റഡ് വീഡിയോ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം മെയിനായിട്ട് വരുന്നത് യൂസ് ചെയ്തുകൊണ്ടുള്ള ഷോർട്സ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ഷോർട്സ് ആണ്, അപ്പോൾ ആണെന്നാണ് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഹെയറുമായി ബന്ധപ്പെട്ടുള്ള കുറേ ടാഗ്സുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സാധാരണ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ അപ്ലോഡ് ഷോർട്ട് എന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ അപ്ലോഡായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെയായിട്ടും യൂട്യൂബ് തരുന്ന ഓപ്ഷൻ വെച്ചിട്ട് വീഡിയോസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ നോക്കിയിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സും കയറുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.